സാധിക്കില്ല. പത്തനാപുരത്തെ CPM നേടി ഞങ്ങളിതാ ചോദിക്കുന്നത് ഒരു KS-കാരന്റെ നിങ്ങൾ ആലോചിക്കണം, 9 മാസവും 10 ദിവസവും ഉദരത്തിനകത്ത് പേറ്റുനോവ് സഹിച്ച് നൊന്ത് പ്രസവിച്ച് മുലപ്പാലൂട്ടി പോറ്റി വളർത്തുന്ന ഒരു അമ്മ, അത് യദുവിനുമുണ്ട്. യദുവിന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ തുള്ളികൾ പത്തനാപുരത്തെ SFI-ക്കാര ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്താലും ആ കണ്ണുനീരിന്റെ ശാപം നിന്റെ തലയിൽ നിന്ന് വിട്ടുമാറിയ ഒരച്ഛന്റെ കണ്ണീരിന്റെ വില, ഒരമ്മയുടെ കണ്ണുനീരിന്റെ വില, ഒരു കുടുംബം മുഴുവൻ യദുവിന്റെ തലയിൽ നിന്ന് അതിഭീകരമായി പൊട്ടിയൊലിച്ച ആ ചോരയിൽ നിന്ന് ചോരത്തുള്ളികൾ കണ്ട് ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീണിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട. യദുവിന്റെ തലയിൽ നിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും ഈ പത്തനാപുരത്തിന്റെ മുന്നിൽ എണ്ണി 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 കണക്ക് ചോദിക്കാൻ ഈ പത്തനാപുരത്തിലെ KS-കാരൻ നാളുകളിലും ദീപശിഖാങ്കിതമായ നീലപ്പൻ പതാക പിടിച്ച് ഈ പത്തനാപുരത്തുണ്ടാകും. ഞങ്ങൾ മറന്നിട്ടില്ല. ഇത് മറക്കാനും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പക്ഷേ ജനാധിപത്യപരമായി ഇവിടെ പോലീസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. കേസെടുത്ത് പോലും, വധശ്രമത്തിന് കേസെടുത്ത് പോലും, ഒളിവിലാണ് പോലും. എവിടെയാണ് ഒളിവിൽ? മുടക്കോടി മലയിൽ പോയി കൊടിച്ചുണിയെ പിടിച്ച പോലീസ്. കേരളത്തിനകത്ത് സ്കോട്ട്ലൻഡ് യാർഡിലെ പോലും വെല്ലുവിളിക്കുന്ന അന്വേഷണ സംവിധാനമുള്ള പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ചുള്ള, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉള്ള, ക്രൈംബ്രാഞ്ചുള്ള എല്ലാ അന്വേഷണ സംവിധാനവുമുള്ള പോലീസ്. പത്തനാപുരത്ത് 4 ചീള് SFI-ക്കാരനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ പണിക്ക് പോകണോ? അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. SI-യോട് കഴിയില്ലെങ്കിൽ പറ, ആ കുപ്പായം അഴിച്ചു വെച്ച് ഏതെങ്കിലും 2 KS-കാരെ വിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. SI എടുക്കേണ്ട പണി എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അതല്ല, വിധേയത്വമുണ്ടോ അത് പറയണം. വിധേയത്വമുണ്ടെങ്കിൽ അത് പറയണം. രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുത്ത് മാസാമാസം ട്രഷറിയിൽ നിന്ന് എണ്ണി വാങ്ങുന്നത് പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെയോ പത്തനാപുരത്തെ CPM ലോക്കൽ സെക്രട്ടറിയുടെയോ ആച്ചി വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയല്ല മാസം ശമ്പളമായി എണ്ണി വാങ്ങുന്നതെന്ന് ആലോചിക്കണം. ഈ പറയുന്ന അബ്ദുൾ റഷീദിന്റെ ഈ പത്തനാപുരത്ത് പാടത്തും പറമ്പത്തും പാടുപെട്ട് പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ നികുതി പണം മാസാമാസം ശമ്പളമായി എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതി പുലർത്തണം. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ഈ പൊതുയോഗത്തിലൂടെ ഇന്ന് മൈക്ക് പെർമിഷൻ എടുത്ത് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എന്താ അവസ്ഥ? അടിച്ച പ്രവർത്തകരെ തിരിച്ചടിക്കുന്ന മറ്റൊരു മുഖം KS-കാരനുണ്ട്. ആ മുഖം ഇവിടെ കാണിക്കാൻ ഞങ്ങളും തയ്യാറാകും. നിയമം ഇവിടെ പാലിക്കപ്പെടാൻ മാത്രമുള്ളതല്ല, ലംഘിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന് ഞങ്ങൾ പത്തനാപുരത്തെ പോലീസിന് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് പോലീസിനോടാണ്. മറിച്ച് പത്തനാപുരത്തെ SFI-യോടും DYFI-യോടും CPM-നോടും ഞങ്ങൾക്ക് പറയാനുണ്ട്. അടി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം കുത്തുകയല്ല. SFI-കാരന്റെ നെഞ്ചത്ത് കല്ലെറിഞ്ഞാലും ഇരുമ്പോടി കൊണ്ടടിച്ചാലും വേദനിക്കും, മുറിവ് വരും. SFI-കാരനെ ഇരുമ്പ് കൊണ്ടല്ല പടച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഒന്ന് ചെവിയിൽ നുള്ളിക്കോ. പ്രതികാരത്തിന്റെ അഗ്നി ഞങ്ങളുടെ മനസ്സിനകത്ത് പുകയുന്നുണ്ട്. എന്ത് നേടുന്നു SFI? എന്ത് നേടുന്നു DYFI? എന്ത് നേടുന്നു CPM? എപ്പോഴാ SFI ഉണ്ടായിരുന്നത്? 57 കേരളത്തിനകത്ത് ഏലംകുളത്ത് പലപ്പുറം പട്ടിക്കാടിലെ ഏലംകുളത്ത് മനക്കൽ തറവാട്ടിന്റെ 4 കെട്ടിന്റെ നെടുമറ്റത്ത് നിന്ന് പിറന്നു വീണ കേരളത്തിനകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിൽ കൂടി അധികാരത്തിൽ വന്ന് ഏക ഛത്രപതി ശിവജിയെ പോലെ 57 ഒരു ഗവൺമെന്റിനെ നയിച്ച ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ EM ബുഷിട്ട് ഇല്ലത്തേക്ക് പറപ്പിച്ച പാരമ്പര്യമുണ്ട് KS-ന്. അതുകൊണ്ട് അധികമങ്ങ് വല്ലാതെ അങ്ങ് CPM എന്ന് കളിക്കണ്ട. ഞങ്ങളൊന്ന് ഒരുങ്ങിയിറങ്ങിയാൽ, ഞങ്ങളൊന്ന് വിചാരിച്ചിറങ്ങിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ ഇന്നലകളിൽ മാറ്റിമറിച്ച് ചരിത്രത്താളുകളിൽ EMS-ന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, EMS-നെ അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ചവറ്റുപൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഈ KS. അതുകൊണ്ട് KS-നോട് രാഷ്ട്രീയം കളിക്കുമ്പോ ഒന്നിടതുപക്ഷം സൂക്ഷിച്ച് കളിക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾക്ക് 4-ാം തീയതി രാത്രി 10:30 കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ രാത്രി 10:30 51 വയസ്സുകാരനായ TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുവെട്ടിക്കൊന്ന ആ കൊലപാതക കൊട്ടേഷ സംഘത്തിലെ പ്രതിസാധി എങ്ങനെയാ കൊന്നത്? ആരാ TP ചന്ദ്രശേഖരൻ? കമ്മ്യൂണിസ്റ്റുകാരനാണ്.
ഒഞ്ചിയത്തിന്റെ വിപ്ലവ മണ്ണിൽ കമ്മ്യൂണിസം നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ്. ആ ചന്ദ്രശേഖരൻ പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ പ്രതികരിച്ച് പിണറായി വിജയന്റെ വീട് കാണാൻ ചന്ദ്രശേഖരന്റെ നാട്ടിൽ നിന്ന് ചില ആളുകൾ പോയപ്പോ അതിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിനകത്ത് പ്രതികരിച്ച് പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിച്ചു ഒന്ന് കൊലവിളിച്ചു കളഞ്ഞതും ഈ പാർട്ടിയാ. ഞാനും നിങ്ങളും കണ്ടതാ, വിശദീകരിക്കുന്നില്ല. എന്താ ചെയ്തത്? ഒരുപാട് കൊലപാതകങ്ങളെ കേരളം കണ്ടിട്ടുണ്ട്, ഒരുപാട് ആക്രമണങ്ങളെ കേരളം കണ്ടിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങളെ കുറിച്ച് കേരളം കേട്ടിട്ടുണ്ട്. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായി മരിച്ച ഒരു മനുഷ്യന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡസനോളം വരുന്ന ഡോക്ടർമാർ 6 മണിക്കൂർ തുടർച്ചയായി ഓപ്പറേഷൻ നടത്തിയെന്ന് പറയുമ്പോ 6 മണിക്കൂർ എന്തിനാ? ജീവൻ കൊടുക്കാനല്ല, ജീവിതം തിരിച്ചു പിടിക്കാനല്ല, ആ മനുഷ്യന്റെ മുഖമെന്ന് മുഖമാക്കിയെടുക്കാൻ തുടയിൽ നിന്ന്, വയറിൽ നിന്ന്, കാലിൽ നിന്ന് ഇറച്ചി കഷണങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് ഒരു ഡസനോളം വരുന്ന ഡോക്ടർമാർ ഇറച്ചി കഷണങ്ങൾ മുഖത്ത് ഫിറ്റ് ചെയ്യുക. കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, ചുണ്ടില്ല, മുഖത്ത് ഫിറ്റ് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ചേതനയേറ്റ ആ ചന്ദ്രശേഖരന്റെ ശരീരം കൊണ്ടുവന്ന് ഒഞ്ചിയത്ത് 9 മാസവും 10 ദിവസവും മധുരത്തിനകത്ത് പേറ്റുനോവ് സഹിച്ച ചന്ദ്രശേഖരന്റെ അമ്മ പത്മിനി ടീച്ചറുടെ മുന്നിലേക്ക് വെച്ചപ്പോ ആ പത്മിനി ടീച്ചർ അവസാനമായി അന്ധയായ ടീച്ചർ ഒരു ചുടലുംബനം കൊടുക്കാൻ തന്റെ മുഖമൊന്ന് ആ മൃതദേഹത്തിലേക്ക് താട്ടിയപ്പോ ആ ചുണ്ടെന്ന് മുഖത്തോടടുത്തപ്പോ ആരംഭിക്കാൻ പിടിച്ചങ്ങ് പൊക്കുക. എന്താ സംഭവം? ചുണ്ട് കൊണ്ടുപോയി മുഖത്ത് ചേർത്ത് വെച്ചാൽ അവിടെ നിന്ന് രക്തം ആ ചുണ്ടിലാകുമെന്നുള്ളത് കൊണ്ട്. കാരണം മുഖമല്ല, ഒരു മാംസപിണ്ഡമാണ് മുഖത്ത് തുന്നിച്ചേർത്ത് വെച്ചത്. തന്റെ കാന്തൻ, തന്റെ പ്രസിഡന്റ്, തന്റെ പ്രിയതമൻ. കേരളത്തിനകത്ത്, മലയാളത്തിനകത്ത് ഭർത്താവിന് അർത്ഥതലങ്ങൾ പലതാണ്. കൊടിയേരി ബാലകൃഷ്ണനുണ്ട് ഭാര്യ, വിനോദിനി ബാലകൃഷ്ണൻ. പിണറായി വിജയനുണ്ട് ഭാര്യ, കമലാ വിജയൻ. അച്യുതാനന്ദനുണ്ട് ഭാര്യ, ലക്ഷ്മതി അച്യുതാനന്ദൻ. എം.എ. ബേബിക്കുണ്ട് ഭാര്യ, ബെറ്റി ബേബി. ഇവരെ പോലെ സ്വന്തം ഭർത്താവിന്റെ, ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ സുഖസൗകര്യം അനുഭവിക്കേണ്ട 45-ാമത്തെ വയസ്സിനകത്ത് ആ ഭർത്താവിന്റെ ചേതനയറ്റ ശരീരം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ഏതൊരു ഭാര്യക്കുമുള്ളതുപോലെ ഒരു അവകാശം, ഒരു റൈറ്റ് ചന്ദ്രശേഖരന്റെ ഭാര്യ പത്മിനി ടീച്ചർ കെ കെ രമയ്ക്കുണ്ടായിരുന്നു. ഒരു ഉമ്മ കൊടുക്കാൻ, അവസാനമായി ഒരു ഉമ്മ. പക്ഷെ സാധിച്ചില്ല. ബീജാഭാവം നൽകിയ നന്ദു എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരന്റെ മകൻ നന്ദു എന്ന് വിളിക്കുന്ന അഭിനന്ദ് ഒരു ഉമ്മ കൊടുക്കാൻ കഴിഞ്ഞില്ല. കൊല വിളിച്ചവർ മുകളില്ല. 51 വെട്ട. എന്തിനാ ഇങ്ങനെ വെട്ടുന്നത്? കൊല്ലാൻ ഒന്ന് വെടിവെച്ചാ പോലെ.